സഹോദരൻ പി വി രാജു നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കോതമംഗലത്ത് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന തദ്ദേശവാസിയായ ആളാണ് പ്രിയ സഹോദരൻ. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് അനുസ്മരണമായി ദൈവത്തിനുള്ള ആലോചനയായിട്ടും ചില വാക്കുകൾ നമ്മെ അറിയിക്കുന്നതാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെയാണ് ഒരു കൂടിവരവ് ദൈവത്തിന് പ്രസാദമായത്. വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം എൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാപനം ഞങ്ങളുടേതാണ്. അവിടെ ഇരുന്ന് ആദ്യം നോക്കുന്നത് ഇങ്ങോട്ടാണ്. എൻ്റെ ഓർമ്മയിൽ പ്രിയ കുഞ്ഞുഞ്ഞേട്ടൻ ഓർമ്മ വരുന്നത് ആദ്യ നാളുകളിൽ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ താഴെ കടയിൽ ഒരു മില്ലും അതിന് ചേർന്ന് ഒരു പലചരക്ക് ബിസിനസ്സും അതിൻ്റെ തൊട്ടു പുറകിൽ ഒരു ചായപ്പിൽ താമസവുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ കുഞ്ഞിനെ കാണുന്നത്. അന്നൊക്കെ പ്രത്യേകിച്ച് ഈ കവലയിലുള്ളതായിരിക്കുന്ന ബിസിനസ്സുകാര് എന്ന നിലയിൽ ആരും ഷർട്ടൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഒരു കൈലിമുണ്ടും ഒരു ടോപ്പും മാത്രമാണ് അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആദ്യ നാളിലെ ബിസിനസ്സുകാരിൽ ഇനി എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പച്ചൻ മാത്രമാണ് ഇനി ഉള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ ആ കാലഘട്ടത്തിൽ ജീവിതം വളരെ പ്രതികൂലങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലൂടെ താൻ കടന്നു പോകുവാനായിട്ടിടയായിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായിരിക്കുന്ന സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു ജീവിതത്തിലൂടെയാണ് തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചത്. അതിനുശേഷം വെളിയിലേക്ക് പോകുവാനും അങ്ങനെ ആ നിലയിൽ ഭൗമികമായിരിക്കുന്ന നിലയിലുള്ള വ്യത്യാസങ്ങൾ വരുവാനും ഒക്കെ ഇടയായിട്ട് തീർന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് കർത്താവിനെ അറിയുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. എൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ചില നാളുകൾക്ക് മുമ്പ് രോഗിയായിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു മരണത്തോടുള്ള ബന്ധത്തിൽ ഈ ദേശത്ത് വന്നപ്പോൾ ഇവിടെ കടന്നു വരുവാനും ഒത്തിരി കാര്യങ്ങളെന്ന് തുറന്നു പറയുവാനായിട്ടിടയായി. ജീവിതത്തിൽ അനുഭവിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, കടന്നു പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളത് കൊണ്ട് വേഗത്തിൽ പോകാനായിട്ടാണ് വന്നത്. പക്ഷെ എങ്കിൽ പോലും വളരെ സമയം ഇവിടെ ഇരിക്കുന്നതായിട്ട് വന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടിടയായി. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്നോട് പറഞ്ഞത്, എനിക്ക് ആത്മീയ സത്യം വളരെ നാളുകൾക്ക് മുമ്പേ മനസ്സിലായിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ, എന്നാൽ ഒടുവിൽ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനവും ഏൽക്കുവാൻ പ്രിയപ്പെട്ടവന് ദൈവം അവസരം നൽകി എന്നുള്ളത് കൊണ്ടും ഈ ദൈവകൽപ്പന അനുസരിച്ച് ഒരു ഭക്തിയുള്ള ജീവിതം നയിച്ച് ഈ ലോകത്തുനിന്ന് കടന്നു പോകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവന് സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഓർമ്മ വരുന്നത്, മാതാപിതാക്കളുള്ളതായിരിക്കുന്ന ആഴമായിരിക്കുന്ന സ്നേഹമായിരുന്നു. കുഞ്ഞുചേട്ടൻ വെളിയിൽ നിന്ന് വരുമ്പോൾ അവിടുന്ന് വന്ന് വീട്ടിൽ കയറി ബാഗ് താഴെ വെച്ചാൽ നേരെ പോകുന്നത് തറവാട്ടിലേക്കാണ്.
അവിടെ ചെന്ന് മാതാപിതാക്കളുടെ അടുക്കൽ പോയി വന്നതിന് ശേഷമേ തന്റെ ഡ്രസ്സ് മാറിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ആ നിലയിൽ മാതാപിതാക്കളുടെ സ്നേഹം വളരെ ആഴമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. മാതാപിതാക്കൾ പിൻപറ്റിയതായിരിക്കുന്ന ആ പാത പിൻപറ്റുവാനായിട്ട് തനിക്കും ദൈവം അവസരം നൽകി. ഒരു വാക്യം വായിച്ച് വേഗത്തിൽ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. മരണം എന്നുള്ളത് ഒരു വിട്ടുപിരിയലാണ്. പ്രിയ കുഞ്ഞുവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സഹോദരന്മാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. ഇവരിൽ നിന്നൊക്കെ പ്രിയപ്പെട്ടവൻ ഇപ്പോൾ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. മരണം ഒരു വിട്ടുപിരിയലാണ്. അത് മാത്രവുമല്ല, മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇത് പ്രത്യേകിച്ച് പൊട്ടിത്തെറിച്ചുണ്ടായതോ അമീബ വലുതായി ഉണ്ടായതൊന്നുമല്ല. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് മെനഞ്ഞു. മണ്ണ് കൊണ്ട് മെനഞ്ഞ് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഞാൻ ഇങ്ങനെ ഒന്ന് മനസ്സിലാകത്തക്കൊണ്ട് പറയട്ടെ. മനുഷ്യൻ എന്നുള്ളത് ഭൗമികമായിരിക്കുന്ന ഒന്നും അഭൗമികമായിരിക്കുന്ന ഒന്നും സംയോജിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഭൗമികമായി സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ഭൗമികമായി രൂപപ്പെട്ടതായിരിക്കുന്ന ശരീരം അത് ഈ മണ്ണിലേക്ക് ചേരുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഭാഗമായിരിക്കുന്ന ജീവൻ അവന് നൽകിയവന്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നു. കുഞ്ഞിന്റെ മരണത്തെ സംബന്ധിച്ചത് ഒരു ഭാഗ്യമായ മരണമാണെന്ന് ഞാൻ ആരംഭത്തിൽ പറയുവാനുള്ള കാരണം, പൗലോസ് ഇവിടെ പറയുന്നത് എവിടേക്ക് പോകുന്നു എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് പൗലോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്രകാരം തന്നെ ജീവിതത്തിന്റെ ആ നല്ല പ്രായത്തിൽ ആത്മീകമായിരിക്കുന്ന ചില വീഴ്ചകൾ അല്ലെങ്കിൽ പിന്മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വരികിലും താൻ വിശ്വസിച്ചതായിരിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവകൽപ്പനകൾ അനുസരിച്ച് അഥവാ സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുവാനും പ്രിയപ്പെട്ടവന് ദൈവം ഭാഗ്യം കൊടുത്തു. ആ തീരുമാനവും ആ വിശ്വാസവും തന്റെ ജീവിതത്തിൽ തന്റെ മരണത്തെ ഒരു ഭാഗ്യകരമായ മരണമാക്കി തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ച് ഒരു ദുഃഖമായിട്ടല്ല ഇവിടെ നമ്മൾ കാണുന്നത്. മാനുഷികമായിട്ട് ഒരു ദുഃഖമാണ്, വിട്ടുപിരിയൽ ഒരു ദുഃഖമാണ് എങ്കിൽ പോലും പ്രിയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ഉറപ്പ് നിശ്ചയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഭാഗ്യകരമായ മരണമാണ്. അത് നിരാശയ്ക്ക് വഴിയില്ലാത്തതാണ്. എന്നാൽ ഈ ശബ്ദബന്ധിക്കുള്ളിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടായിട്ട് എനിക്കൊരു വാക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും കർത്താവിന്റെ ദാസൻ ആരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മരണാനന്തര ക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ കുഞ്ഞുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് വല്ല പാപമോചനമോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളോ അല്ലെങ്കിൽ മുകളിലുള്ള ഗ്രേഡ് കിട്ടാനോ ഒന്നും വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നതായ നമുക്ക് ഓരോരുത്തർക്കും ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സ്വാഭാവിക സംഭവമാണ് ഒരു മരണം. ഇതൊരു യാദൃശിക സംഭവമല്ല. ഇന്ന് ഇവിടെ, നാളെ മറ്റൊരിടത്ത്. മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മെ ആരെയും കടന്നു പിടിക്കുന്നു.
എന്നാൽ മരണം ദുഃഖത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ അനുഭവത്തിൽ നിന്ന് മോചനം തരുന്നത് യഥാർത്ഥത്തിൽ എവിടേക്ക് പോകുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ്. പലപ്പോഴും കുഞ്ഞേട്ടൻ വെളിയിലായിരുന്നു, നാട്ടിലേക്ക് വരും, തിരിച്ചു പോകും. അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടെയാണ് ആ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞേട്ടൻ ഗൾഫിലേക്ക് പോകുമ്പോഴൊന്നും ഇവിടെ വലിയ അലർച്ചയും അലമുറയിട്ടുള്ള കരച്ചിലൊന്നുമില്ല. എന്താ കാരണം? താൻ എവിടേക്ക് പോകുന്നു എന്നും എവിടെ ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഉറപ്പ് വീട്ടിലുള്ളവരെയും പ്രിയപ്പെട്ടവരെയും ഭരിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മരണത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തെ മാറ്റുന്നത് മനുഷ്യൻ എവിടേക്ക് പോകുന്നു എന്നുള്ളത് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. ഇന്ന് വിട്ടുപിരിഞ്ഞാൽ ഞാൻ എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എവിടെ ചെല്ലാൻ കഴിയും എന്ന് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് കണ്ടെത്താത്ത മരണമാണ്, അങ്ങനെയുള്ളവരുടെ മരണമാണ് ദുഃഖം എന്ന് പറയുന്നത്. മനുഷ്യന് രണ്ട് നിത്യതയാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് നിത്യമായ നരകം, മറ്റൊന്ന് നിത്യമായ സ്വർഗം. ഈ ഭൂമിയിൽ വെച്ച് ദൈവം മനുഷ്യനെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ദൈവവചനത്തിൽ മനുഷ്യനെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അതിൽ ചുരുങ്ങിയതൊന്നും മനുഷ്യനെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം ഒരുക്കിയതായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി എന്ന് ദൈവത്തിൽ വായിക്കുന്നു. ആ നിലയിൽ ദൈവവചന പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടാൻ കഴിയുമെന്ന് ദൈവത്തിന് വചനം പറയുന്നു. അത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളതായിരിക്കുന്ന വഴി. സ്വർഗത്തിലേക്ക് പല വഴികളില്ല. ദൈവത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ തന്നെ വഴി. കർത്താവായ യേശുക്രിസ്തുവാണ് മോക്ഷത്തിലേക്കുള്ളതായിരിക്കുന്ന വഴി. ഈ രക്ഷാമാർഗം വിശ്വാസത്താൽ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ മരണമാണ് ദുഃഖം എന്ന് പറയുന്നത്. വേർപാട് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. മാമലയിൽ നിന്നും കടന്നുവന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ജോൺസൺ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് 2 മിനിറ്റിൽ ഒരു ചുരുങ്ങിയ അനുസ്മരണം പറയുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങൾക്ക് ഈ പ്രിയ ഭവനവുമായിട്ട് എൻ്റെ ചെറുപ്പം മുതൽ വളരെ പരിചയമുണ്ട്. മാമല പ്രദേശത്തു നിന്ന് ആദ്യമായിട്ട് എൻ്റെ വല്യമ്മായിയാണ് ക്രാരിയിലേക്ക് കടന്നു വരുവാനിടയായത്. അതിനുശേഷം രണ്ടാമത് വന്ന ആളാണ് കുഞ്ഞമാമ. ഞങ്ങൾ കുഞ്ഞമാമയെ ഓർക്കുവാനായിട്ട് ഇടയാകുന്നു. ഈ സമയത്ത് പ്രിയ കുഞ്ഞൻചാൻ, ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ മുതൽ ഈ പ്രിയ ഭവനം താഴെയായിരുന്നു. ഒരു മില്ലും അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന ചെറിയ സാഹചര്യമുള്ള ആ സന്ദർഭം മുതൽ ദൈവം ഇടയാക്കി. പ്രത്യേകം പ്രിയപ്പെട്ടവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ മകനായി തീർന്നു എന്ന് മാത്രമല്ല, താൻ സ്നാനപ്പെട്ട് ദൈവജനത്തോട് ചേർന്ന്. കാരണം മരണം അതൊരിക്കലും ഒരു തോൽവിയല്ല, പിന്നെ അത് വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. പ്രത്യേകം ഇയ്യോബ് താൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ? എന്നാൽ ആ ചോദ്യത്തിന് മുമ്പിൽ മനുഷ്യനൊന്ന് പകച്ചു നിൽക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയ്യോബ് പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കും എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വാക്യമാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും
അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നു എന്നും ഞാൻ അറിയുന്നു. ഇങ്ങനെ ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും എന്ന് പറയാനായിട്ടിടയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ മരണം സംഭവിക്കുമ്പോൾ അതൊരിക്കലും നഷ്ടമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ മരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് വലിയ നഷ്ടമായി പോയി. കാരണം എന്താ? അവരൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. എന്നാൽ കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവജനം മരിച്ച് മാറ്റപ്പെടുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് ലാഭമായിട്ട് മാറുന്നു. കാരണം നിത്യതയിൽ കർത്താവിന്റെ അടുക്കൽ എത്തുന്നു എന്നുള്ള സന്തോഷമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തോട് ബന്ധത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇന്ന് ഇവിടെ കിടക്കുന്ന ഈ ജഡത്തെ പോലെ തന്നെ ഒരു ദിവസം ഞാനും ഈ ലോകത്തിൽ നിന്ന് പോകണം. എങ്ങോട്ടാ പോകുന്നത്? നിത്യമായ നരകമാണോ? നിത്യമായ സ്വർഗമാണോ? എവിടെയാണ് നിങ്ങൾ നിത്യത എന്നുള്ളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ താൻ പറയുന്നതായിരിക്കുന്ന കാര്യമിതാ, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു മനുഷ്യന്റെ പ്രത്യാശ. ദാവീദിനറിയാം താൻ ഈ ലോകം വിട്ടാൽ തനിക്കൊരു പ്രത്യാശയുടെ തുറമുഖമുണ്ട് എന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രിയമുള്ളവരെ, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. കുഞ്ഞുനേട്ടൻ ഇപ്പോൾ ഒരു ഉറക്കത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ആ സുപ്രധാന മൂമെന്റിൽ പ്രിയ കുഞ്ഞാനെ അവിടെ കാണാം എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. സ്വർഗത്തിന് ദൈവത്താലല്ലാതെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയില്ല. സർവാശ്വാസങ്ങളും ദൈവം തരുന്ന ദൈവത്തിന്റെ ആശ്വാസത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കോടുകൂടി ഞാൻ ഇന്ന് വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ MJ പത്രോസ് 5 മിനിറ്റ് ഒരു അനുസ്മരണമായിട്ട് ചില വാക്കുകൾ ഇപ്പോൾ പറയുന്നതാണ്. കൂടുതൽ വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ ദൈവം സംസാരിക്കാനായി തീർന്നു. ദീർഘമായിട്ട് പാട്ടുകൾ പാടിക്കൊണ്ട് എനിക്ക് ഒത്തിരി വിഷമമായിട്ടിരിക്കുകയാണ്. എങ്കിലും പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർവാനുഭവത്തിൽ ജോലിയുടെ സമയത്ത് ചുരുക്കത്തിലെ വാക്കുകൾ പറയുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ ഇവിടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ കണ്ടും സ്ഥാപിച്ചപോലെ ചെറുപ്പം കൂടെ തന്നെ എൻ്റെ എല്ലാവിധമായ കാര്യങ്ങളിലും പങ്കെടുക്കാനും സഹകരിക്കാനും ഇടയായിട്ടുണ്ട്. എൻ്റെ ആത്മീയലൗകികമായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കുവാനും ഇടപെടുവാനും യാത്ര ചെയ്യാനായിട്ട് എപ്പോഴും വിടന്ന് ബസ് കയറുന്നതുകൊണ്ടും എപ്പോഴും ഇത് വരുമ്പോൾ ഇവിടേക്ക് നോക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ കയറാൻ ഇടയായിട്ടില്ല. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ഇവിടെ കടന്നു വരുവാനും അല്പസമയം വരുമ്പോൾ താനുമായിട്ട് സംസാരിക്കാനിടയായിട്ട് സ്തുതിക്കുന്നു. എങ്ങനെ ഒരാളോടൊന്ന് പോയി ഒടുവിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ പ്രത്യാശയോടെ കടന്നുപോയി എന്നാണ് എനിക്കും എന്നോട് ഇടപെട്ടുകൊണ്ട് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ കടന്നുപോയി ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിനെ സ്വീകരിച്ച് ഒടുവിൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസമുള്ള മന്ത്രിസ്ഥാനത്തിലും എനിക്കായിരിക്കും കഴിയുന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു താൻ എന്തുകൊണ്ട് പ്രത്യാശയോടെ കടന്നുപോയി. ഇവിടെ പ്രിയ ദേവദാസനെ ഓർപ്പിച്ച പോലെ താൻ എവിടേക്കാണ് പോകുന്നത് നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യാശ ഉണ്ടായത്. ഒരു പ്രയാസമായ സ്ഥാനത്തേക്ക് പോകുമ്പോൾ പലർക്കും ദുഃഖമുണ്ടാകും, വിഷമങ്ങളുണ്ടാകും. എന്നാൽ സന്തോഷമായ സ്ഥാനത്തേക്ക് ഒരാൾ പോകുകയാണെന്ന് അറിഞ്ഞാൽ ആ പോക്കിനെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയാൻ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഓരോരുത്തരും ജീവിതം ഇവിടുത്തെ ജീവിതം അവസാനിച്ചിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് പോകുന്നതിന് മുഖാന്തരം മാത്രമാണ് മരണം. അതുകൊണ്ട് എപ്പോൾ പോകാനും ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം എവിടേക്ക് പോകുന്നത് നിശ്ചയമുണ്ട്. ഞാനൊരു വാക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ടോ? ഈ പ്രത്യാശ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ കർത്താവിക്ഷമായി അംഗീകരിച്ച് മാനസാന്തരത്തെ പാപയുടെ യാത്ര പറഞ്ഞ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. ഒരുക്കമില്ലാത്തൊരു ജീവിതം ഒരു ദുഃഖത്തിൽ ചെന്ന് പര്യവസാനിക്കും. നാം എവിടെ യാത്ര പോകാനും ഒരുങ്ങേണ്ടത് ആവശ്യമാണല്ലോ. അല്ലാത്തത് പോകാൻ കഴിയില്ല. ഞാൻ ഒരുങ്ങിയില്ല എന്ന് പറയേണ്ടി വരും. മരണം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും
ഒരു സ്ഥലത്തേക്ക് പോകണോ ഞാൻ ഈ സമയത്ത് ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ശിശുവോട് കഴിഞ്ഞ് നമ്മൾ പിരിയുമ്പോൾ ഓരോ വീട്ടിലേക്ക്, എന്നാൽ പിരിയാത്തൊരു വീട് നമുക്കുണ്ട്. സ്തോത്രം. അത് സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് പോകുന്ന പ്രത്യാശയില്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യ നരകത്തിലേക്ക് ആരെയും വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ രക്ഷ, സൗജന്യമായ രക്ഷ വിശ്വാസത്തിൽ അംഗീകരിച്ച് പ്രിയ സഹോദരൻ പറയുന്നു, ഞാൻ ഈ പോയ വഴി നിങ്ങൾ വരണമെന്ന്. കർത്താവിന്റെ കൽപ്പനുസരിച്ച് കർത്താവിനൊരു ജീവിതം